ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇന്ന് ഈദ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഇത്തവണ ഈദ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടാന്നാണ് കേട്ടോ വിചാരിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ പോകുന്ന മുന്നേ റൂമൊക്കെ ഒന്ന് പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞിട്ട് ക്ലീൻ ആക്കി എടുത്തു. അതാവുമ്പോൾ തിരിച്ചു വരുമ്പോൾ റൂമിൽ കയറുമ്പോൾ കുറച്ചൊരു ആശ്വാസം തോന്നുമല്ലോ. ആൻഡ് ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് കേട്ടോ. ഒരു പരുത്ത ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. ഞാൻ തലേന്ന് തന്നെ അത് സൈസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിന് ഒരു വയസ്സുള്ള കുട്ടിയുണ്ട് കേട്ടോ. ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്രോഷ്യ ഫ്രോക്ക് തയ്ച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെയ്തു വന്നപ്പോൾ സൈസിൽ ചെറുതായിട്ടൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അത് ഒരു വയസ്സ് കുട്ടീൻ്റെ ഒരു സൈസിലല്ല ചെയ്തു വന്നിട്ടുള്ളത്. പക്ഷെ എന്തായാലും ചെയ്തതല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനത് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുമ്പോൾ നമുക്ക് കുറേ സമയം വണ്ടിയിൽ ഇരിക്കാൻ തന്നെ ഉണ്ടാവും. ഒരു 4-5 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് കുളിച്ച് റെഡിയായി. പിന്നെ എനിക്കിങ്ങനെ ബുഹൂറ് കത്തിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ റൂമിൽ മണപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിച്ചേക്കും. അത് കത്തിക്കുന്ന സമയത്ത് ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണവും നല്ലതായിരുന്നു. ഞാൻ മസ്കാണ് അതിലിട്ടിട്ടുള്ളത്. പിന്നെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് അത്യാവശ്യം മാച്ചിങ് ആണ്. അതിങ്ങനെ ഒപ്പിച്ചെടുത്തോ നല്ല ആക്സിഡൻ്റലി അങ്ങനെ കിട്ടിയതാണ്. പിന്നെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സൈക്കിള്, ഒരു 4 ചക്രക്കുള്ളൊരു സൈക്കിള്. നമ്മൾ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ആ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യാതെ വെച്ചത്. ബാക്കി വണ്ടിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനൊരു ക്രോഷ്യ ഫ്രോക്കൊക്കെ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു മണ്ടത്തരം പറ്റിപ്പോയത്. സൈസ് ഞാൻ അങ്ങോട്ട് വല്ലാണ്ട് ശ്രദ്ധിച്ചില്ല. ഒരു വയസ്സല്ലേ, പാകാവെന്ന് വിചാരിച്ചു. വണ്ടിയിൽ നിന്ന് ഞാനിതെടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കെട്ടിയത് തന്നെ ഇതും പറഞ്ഞിട്ട് കളിയൊക്കെയായിരുന്നു. ഇതാ കുട്ടിക്ക് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഈ കോൺഫിഡൻസ് വിട്ട് കളിയില്ലാത്തതുകൊണ്ട് ഞാനും അങ്ങോട്ട് വല്ലാണ്ട് വിട്ടുകൊടുത്തില്ല. ഇതൊക്കെ പാകാവെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ എന്തായാലും തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കുക ഇതൊക്കെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷെ എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറേ സമയമുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തിട്ടോ. ഇങ്ങോട്ട് നടന്നു വാ, നടക്ക, ഇങ്ങോട്ട് നടന്നു വാ, നടന്നു വാ. കുഴപ്പമില്ല, കറക്റ്റാ, എല്ലാം കറക്റ്റാ. നടന്നു വാ. പിന്നെ ആൾക്ക് ഈ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ആ സൈക്കിള് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പി പി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ തയ്ച്ചിട്ടുള്ള ആ ഒരു ടോപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഫ്രോക്കാണ് ഉദ്ദേശിച്ചെങ്കിലും സൈസ് റെഡി ആവാത്തതുകൊണ്ട് അവസാനം ഒരു ടോപ്പ് പോലെ സെറ്റായി. പിന്നെ ഇവര് നോമ്പുതറ പോലെ നല്ല ഗംഭീരമായിട്ട് ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് കുറേ നേരം നമ്മൾ ഈ കുഞ്ഞു പെണ്ണിന്റെ സംസാരം കേട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനിയെല്ലാം നിങ്ങൾ ഉണ്ടാക്കി പറയൂ. H for I for കൈറ്റ് I for J for K for M for ഇതെന്നാ ഇത് പറ ഇവിടെ പറ ശ്വാസം വിട്ടൊക്കെ പഠിച്ചുവാണോ? ഇത്രയും കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ ആരായാലും. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകണ തീരെ അറിയില്ലല്ലോ. പിന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂറൊക്കെ ഡിസ്റ്റൻസിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കാണാനുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം ഇവിടെ നിന്നിട്ട് ആ സ്ഥലം കൂടെ ഒന്ന് കവർ ചെയ്യാന്നുള്ള പ്ലാനിലാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇറങ്ങണം മുന്നേ ഇവള് സൈക്കിളിൻ്റെ ഒക്കെ കൂടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇത് ചെറി ബ്ലോസം ആണ് കേട്ടോ. ഞാൻ ഇത്ര അടുത്തായിട്ട് ചെറി ബ്ലോസം കാണുന്നത് ആദ്യമായിട്ടാണ്. വരണമെന്നുണ്ട്, എന്നാലേ എന്താ ചെയ്യാ, അമ്മ വരില്ലല്ലോ. എവിടെ പോണേ? ബൈ ബൈ. അങ്ങനെ കുഞ്ഞപ്പണിയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
നമ്മൾ പോകുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അത് കുറേ ലേക്കുകളൊക്കെ ഉള്ള, കുറേ ലേക്കുകൾ മാത്രമല്ല കുറേ ഇതുപോലെ കുറേ മൗണ്ടെയ്ൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഓട്ടം സീസണും വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ട് മരത്തിലൊന്നും അത്ര ഇലകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പച്ചപ്പ് കാണുമ്പോൾ ഭയങ്കര കുറവാണ്. എന്നാലും ഈ മലകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ മലയൊക്കെ കണ്ടിട്ട് തന്നെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. ഇംഗ്ലണ്ടിൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഉള്ളത് ലേക്ക് ഡിസ്ട്രിക്റ്റിലാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതാണോ ആ ഒരു മൗണ്ടെയിൻ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള മൗണ്ടെയിൻ തന്നെയാണ്. ഈ ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിലൊരു കെസ്വിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. വില്ലേജിൻ്റെ അകത്ത് കറങ്ങാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു ഫ്രിയാസ് ക്രഗ് എന്ന് പറഞ്ഞിട്ട്. ഒരു ഡെർവെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേക്കാണ്, ലേക്കിൻ്റെ അടുത്തായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അത് അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം പോയത്. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ, വ്യൂ പോയിന്റിൻ്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ചെമ്മരിയാടിനെ കണ്ടത്. എനിക്കതിനെ കുറച്ച് ക്ലോസസ്റ്റ് ആയിട്ട് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വേലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ സൂം ചെയ്തിട്ട് എടുത്തൊരു വീഡിയോ ആണത്. പിന്നെ ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ്. നമ്മളങ്ങനെ നടന്നിട്ട് എത്തുന്നത് ഈ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇതിൻ്റെ താഴേക്ക് മൊത്തം പിന്നെ ലേക്കാണ് കേട്ടോ. എങ്ങാനും കാല് തെറ്റിയാൽ ആ ലേക്കിലേക്കാണ് വീഴുക. എനിക്ക് സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഥലത്തിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ അവിടെ നിന്ന് മീറ്റ് ചെയ്ത ഒരാളെയാണ്. ഇപ്പൊ കാണിച്ചുതരാം. Hi, hello, happy stockist. My name is Roy Simmons, an artist from Cumbria, originally from Essex. Enjoy retirement and enjoy my art and creativity, as the lady here will show you. Thank you. He knows very well. നമ്മൾ ആക്സിഡൻ്റലി ആണ് കേട്ടോ ആളിങ്ങനെ കണ്ടത്. നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ ഇരുന്ന് ചിത്രമൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സംസാരിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയി നോക്കിയതാണ്. അപ്പോൾ ആൾ നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള ഒരാൾ. ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് കുറേ പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടുത്തെ ലേക്കിൻ്റെ പിക്ചേഴ്സാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതുപോലത്തെ ആർട്ടിസ്റ്റുകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഒക്കെ സംസാരിക്കാൻ നോക്കലുണ്ട്. എനിക്കും ആർട്ടും ക്രാഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഒരു പേജൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു. അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളെ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അവർ നമ്മുടെ പേജിൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഷോപ്പൊക്കെ തപ്പി പോകുമായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല ബിസി ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയ ഷോപ്പുകൾക്കൊന്നും പാർക്കിംഗ് സ്പേസ് കാണാത്തതുകൊണ്ട് നമ്മളൊരു സാധാ ഗ്രോസറി ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ഐസ്ക്രീംസും സ്നാക്കൊക്കെ വാങ്ങിച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ റിട്ടേൺ പോകുന്ന സമയത്താണ് ഇതുപോലെ ഒരു പ്ലേസ് കണ്ടത്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ആ സൺസെറ്റൊക്കെ കണ്ടിട്ട് കുറേ നേരം നോക്കിയിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ച പോലത്തെ ഒരു സൺസെറ്റ് ആയിരുന്നു. സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പിറ്റേന്ന് നമുക്ക് പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനായിരുന്നു പ്ലാൻ. അത് ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. കുറേ മൗണ്ടെയിൻസിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ.
ആ വ്യൂ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഹൈക്ക് ചെയ്തിട്ട് ആ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നിൽക്കാം. ആ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്, താഴോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്, ആ കാറൊക്കെ പോകുന്നത്. അവിടെ കറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ വേറെ എവിടെയും കറങ്ങാനൊന്നും നിന്നില്ല. പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് നല്ലൊരു കേരള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല മന്തിയും ബീഫ് കീ പൊറോട്ടയൊക്കെ കഴിച്ചു. നമുക്കിങ്ങനെ നാടൊക്കെ മിസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഫുഡൊക്കെ കഴിക്കാൻ തോന്നും. ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല സന്തോഷമാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈദ് വിശേഷങ്ങൾ. നിങ്ങളുടെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.